ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുറച്ച് നാൾക്ക് മുമ്പ് ലൂർദ് മാതാ കെയറിൽ ഷൈല എന്നൊരു പേഷ്യൻ്റ് വരികയുണ്ടായി. കഴിഞ്ഞ വർഷം ജനുവരി 9-ാം തീയതി നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ് ഷൈല സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. ഇന്ന് ഞങ്ങളിവിടെ വന്നത് ഷൈലാൻറ്റിയുടെ ഹസ്ബൻഡായിട്ടുള്ള ജെയ്സൺ അങ്കിളിനെ കാണാനാണ്. ഷൈലാൻറ്റിനെ കുറിച്ചും ഷൈലാൻറ്റിയുടെ രോഗവിവരങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് ജെയ്സൺ അങ്കിളിനോട് ചോദിച്ചറിയാം. രണ്ടാം പ്രാവശ്യമാണ് ജെയ്സന്റെ വീട്ടിലേക്ക് വരുന്നത് അല്ലേ? ജെയ്സന്റെ ഷൈല 2021 ലൂർദ് മാതാ കെയറിലെത്തുന്നത്. ഞാൻ കണ്ണുകൊണ്ട് കണ്ട ആദ്യത്തെ അത്ഭുതമാണ് ഷൈല. 20 ദിവസം പോലും ജീവിക്കുകയില്ല എന്ന് പറഞ്ഞ് RCCയിലെ ഡോക്ടറിനെ വഴക്ക് പറഞ്ഞ് ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻറ്റർ അന്വേഷിച്ച് വന്ന ഷൈലയെ ഏതോ ഒരു ഉൾപ്രേരണയിൽ അവൾ മരിക്കുന്നെങ്കിൽ അവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് പറഞ്ഞ് ജെയ്സൺ എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഇന്നത്തേതുപോലെ ഓർക്കുന്നു. ശരിയല്ലേ? പക്ഷെ ആ ഷൈല ഒരർത്ഥത്തിൽ ദൈവാനുഗ്രഹത്താൽ ഏതാണ്ട് 2.5 വർഷത്തിലധികം പിന്നെയും ജീവിച്ചു. ഷൈലയെക്കുറിച്ച് പറയാമോ? രോഗത്തെക്കുറിച്ച് നമുക്ക് അവിടെ നിൽക്കട്ടെ. ഷൈല ഞാൻ ചെയ്യുമ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ക്യാൻസർ എന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞ് സുൽത്താൻ ബത്തേരി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അത് കഴിഞ്ഞാണ് മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജിൽ വരുന്നത്. അവിടെ അപേക്ഷ കൊടുത്തു, അവരെ കിട്ടി, അവിടെ ജോലി ചെയ്യുന്നു. ഞാൻ അന്ന് എറണാകുളത്ത് ജോലി ചെയ്യുന്നു, പുള്ളിക്കാരത്ത് ഇവിടെ ജോലി ചെയ്യുന്നു. മാസത്തിൽ ഷൈല വളരെ നല്ല കെയറിങ് ഉള്ള ഒരാളായിട്ട് തോന്നിയിട്ടുണ്ടോ? ഷൈല നല്ല കെയറിങ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് നല്ല സമയത്ത് ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. കാരണം ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ ഞാൻ എറണാകുളത്തും പുള്ളിക്കാരത്തും മേപ്പാടിയിലായിരുന്നു. ഈ ഷൈലയ്ക്ക് രോഗം അറിയുന്നത് ഏതൊരു സമയത്താണ്? അത് 2020 കണ്ടിന്യൂസ് ആയിട്ട് തല വന്നപ്പോഴാണ് പുള്ളിക്കാരത്തേക്ക്. അസുഖം എവിടെയായിരുന്നു? അസുഖം തലയിലായിരുന്നു. തലയിലെ ട്യൂമറായിട്ടാണോ? ട്യൂമറായിരുന്നു. അത് നമ്മൾ അവസാനം അറിയുന്നത്. ഇടയ്ക്ക് തലവേദന വരും, പുള്ളിക്കാരത്തിൽ ഗുളിക കഴിക്കും, മാറും. അത് എത്രാമത്തെ വയസ്സിലാണെന്ന് ഓർക്കുന്നുണ്ടോ? ഒരു 50-49 വയസ്സാകുമ്പോഴേക്കും തലവേദന ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരത്തെ കാര്യം പാരസെറ്റമോൾ കഴിക്കും, അങ്ങ് പോകും. പിന്നെ 2020 കണ്ടിന്യൂസ് ആയിട്ട് തലവേദന. അപ്പം പുള്ളിക്കാരത്തെ നിർബന്ധപ്രകാരം MRI എടുത്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എടുക്കണ്ട, കൊറോണ നിൽക്കുന്ന സമയം, അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ചെയ്യാൻ പറഞ്ഞു. പുള്ളിക്കാരത്ത് 3 വർഷം എടുത്തെടുത്ത് വന്നപ്പോൾ അവർ കളിയാക്കിയിട്ട് നീ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം എടുത്തു, അപ്പോൾ സംശയം തോന്നി. രണ്ടാമത് ക്ലിയർ ആയിട്ട് എടുത്തു. അപ്പോൾ പറഞ്ഞ ഡോക്ടറെ കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചു, മേഴ്സിനെ വിളിച്ചു. അപ്പോൾ ആ സമയത്ത് ഷൈല ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെയല്ലേ ടെസ്റ്റ് നടത്തുന്നത്? ഷൈല ജോലി ചെയ്തുകൊണ്ടിരുന്നത് വിംസ് ഹോസ്പിറ്റലാണ്, മേപ്പാടിയിലുള്ള വിംസ് ഹോസ്പിറ്റലാണ് പ്രസിദ്ധമായിട്ടുള്ള. പിന്നീട് അവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങി? അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിങ്ങനെ ട്യൂമർ 4th സ്റ്റേജ് കഴിഞ്ഞു, RCCയിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ 4th സ്റ്റേജ് ഹൈഗ്രേഡ് ആയിട്ടുള്ള ഒരു ട്യൂമറായിരുന്നു ഷൈലയ്ക്കുണ്ടായിരുന്നത്. ഷൈല അതിൻ്റെ ആദ്യത്തെ സർജറി കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്, തിരുവനന്തപുരത്ത് RCCയിലേക്ക് തുടർ ചികിത്സയ്ക്കായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ഷൈല ശരിക്കും ഒരു കോമ സ്റ്റേജിൽ, അല്ലെങ്കിൽ അല്പം ബോധം വന്നാൽ ഭയങ്കര വീണ്ടും പെയിൻ ഉണ്ടാകുന്ന വിധത്തിൽ ആ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് നടക്കുമെന്നോ അങ്ങനെയൊന്നും യാതൊരു പ്രതീക്ഷയില്ലാത്ത ആ സംഭവം ഒന്ന് പറയാം. അതായത് ലൂർദ് മാതാ കെയർ എങ്ങനെയാണ് കണ്ടെത്തിയെന്ന്? ലൂർദ് മാതാ കെയർ എൻ്റെ ഇടവക അതിരമ്പുഴപ്പള്ളിയായിരുന്നു. അപ്പോൾ അവിടുന്ന് കൂട്ടുകാരൻ ഈ അച്ഛനെ അറിയുന്ന, അച്ഛൻ്റെ പേര് ഞാൻ മറന്നുപോയി. തടത്തിലച്ഛനാണോ? അല്ല, മാണിയച്ഛൻ. അപ്പം ഇവൻ പോയി മാണിയച്ഛനായിട്ട് പറഞ്ഞു. അപ്പം മാണിയച്ഛൻ നമ്മുടെ കോട്ടക്കോറം ഇടവകയിലെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അവിടുന്ന് ലെറ്റർ തന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ വരുന്നത്. ഞങ്ങൾ അതിനു മുമ്പ് MBR പോയായിരുന്നു. അപ്പോൾ MBR ചെന്നപ്പോഴത്തേക്ക് നമുക്ക് പൈസയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് RCCയിലേക്ക് വന്നു. അല്ല, നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ RCCയിൽ വന്നിട്ട് RCC ട്രീറ്റ്മെന്റ് എടുക്കണമെന്നാണോ പറഞ്ഞ് മടങ്ങിപ്പോകാനാണോ പറഞ്ഞത്? RCCയിൽ പോകാൻ ആദ്യം ഞങ്ങളോട് മേപ്പാടി. അതെ, RCC ചെന്നപ്പോൾ എന്താ പറഞ്ഞത്? RCC ചെന്നപ്പം പറഞ്ഞു, നിങ്ങൾ വയനാട്ടിൽ നിന്നല്ല വന്ന്, അതുകൊണ്ട് വയനാട്ടിൽ ചികിത്സിക്കുന്നത് നല്ലത്. അപ്പം ഡോക്ടർക്ക് പഠിച്ച ഡോക്ടറുണ്ട്, അപ്പോൾ ഡോക്ടർ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ലെറ്റർ എഴുത്തട്ടെന്ന് ചോദിച്ചു, എഴുത്തരാം. അപ്പം നമുക്ക് ഇങ്ങനത്തെ സാഹചര്യം നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അന്നത്തെ ലെറ്ററിൻ്റെ അവിടുത്തെ എഴുതിയിരിക്കുന്ന വരികൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. റെഫറൻസ് ടു പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നാണ് എഴുതിയിരുന്നത്. എന്ന് വെച്ചാൽ രോഗത്തിൻ്റെ മൂർധന്യതയിലാണെന്ന് കൂടി അതിൻ്റെ അകത്തൊരു ഇൻഡയറക്റ്റായിട്ട് സൂചനയുണ്ട്.
അപ്പോൾ റെഫറൻസ് ടു പെയിൻ ആൻഡ് പാലിയേറ്റീവ് തുടർ ചികിത്സയും ആ ഒരു അർത്ഥത്തിൽ പോയാൽ മതിയാകും. പിന്നീട് ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് ആ പേഷ്യൻറ്റിനെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു 20 ദിവസം പോലും കഷ്ടിച്ച് ആ പേഷ്യൻ്റ് ജീവിക്കില്ല എന്ന് പറയുന്ന പേഷ്യൻ്റ്. പക്ഷെ പിന്നീട് സംഭവിക്കുന്നതൊക്കെ അത്ഭുതങ്ങളാണ് അല്ലേ? പിന്നെ എണീറ്റ് നടക്കാൻ തുടങ്ങുന്നു, വീൽ ചെയറിലേക്കാവുന്നു, പിന്നെ പിടിച്ചു നടക്കുന്നു, പിന്നെ ഒറ്റയ്ക്ക് നടക്കുന്നു, ലൂർദ് കേരള റെയിൽസിൽ പിടിച്ച് നടക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതില്ലാതെ സാവകാശം നടക്കാൻ തുടങ്ങുന്നു, പള്ളിയിലെത്താൻ തുടങ്ങുന്നു, അച്ഛനോട് സംസാരിക്കുന്നു. 1 അല്ല 3 2 3 പ്രാവശ്യം സംസാരിച്ചു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, 1ാമത്തെ കുമ്പസാരത്തിന് ശേഷമാണ് പ്രകടമായ ഒരു വ്യത്യാസം. ഒരു ആദ്യ വെള്ളിയാഴ്ച ദിവസമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയത്താണ് പേഷ്യൻറ്റിനെ സ്ട്രെച്ചറിൽ കൊണ്ടുവരുന്നതൊക്കെ. അങ്ങനെ കൊണ്ടുവരുന്ന പേഷ്യൻറ്റിനെ അന്ന് തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിലും തൊട്ടടുത്ത് മാറ്റം പിറ്റേ ദിവസം മുതൽ കണ്ടു തുടങ്ങിയെങ്കിൽ പ്രകടമായിട്ട് നമ്മൾ ആ മാറ്റം കാണുന്നത് ആദ്യത്തെ കുമ്പസാരത്തിന് ശേഷമാണ്. പിന്നീട് കുറച്ചും കൂടി ആരോഗ്യവതിയായി കഴിയുമ്പോൾ വീണ്ടും ഷൈല ഓർമ്മിച്ചെടുത്ത് കുമ്പസാരിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആൾക്ക് ചിലപ്പോൾ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കുറച്ച് പുറകിലേക്കുള്ള പാസ്റ്റ് ഭൂതകാലം ഓർമ്മിച്ചെടുക്കാൻ ഇമ്മീഡിയറ്റ് പാസ്റ്റ് കിട്ടാത്തൊരവസ്ഥയുണ്ട്. പക്ഷെ അതെല്ലാം ആൾ റിക്കവർ ചെയ്തു വന്നു. വിംസിൻ്റെ ഹെൽത്ത് സെൻറ്ററിൽ ഷൈല മടങ്ങി വരുന്നു, ചുണ്ട എന്നൊരു സ്ഥലത്ത്. ആ സമയത്ത് വിംസിൻ്റെ ഹെൽത്ത് സെൻറ്ററിൽ ചുണ്ടയിൽ ജോലി ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പം ഞാൻ അന്ന് വയനാട് ചുരം ഇറങ്ങുകയാണ്. അന്ന് ഷൈലയെ കണ്ടിരുന്നില്ല. ബാക്കി ചില പേഷ്യൻസിനെയൊക്കെ കണ്ട് ഞാൻ ചുരം ഇറങ്ങുമ്പോൾ ഞാൻ ഈ വഴി വന്ന വിവരം എങ്ങനെയോ ഷൈല അറിഞ്ഞിരുന്നു. കൂടാതെ ഷൈല ആ സമയത്ത് എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞൊരു കാര്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ. അത് ജെയ്സന് അറിയാവോ എന്ന് എനിക്കറിയത്തില്ല, ഇല്ലെങ്കിൽ അത് പുതിയ അറിവായിരിക്കും. ചുരം ഇറങ്ങിക്കൊണ്ടിരുന്ന എന്നോട് പറഞ്ഞു, അച്ഛാ, ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി. ആദ്യത്തെ ശമ്പളത്തിൽ ഒത്തിരി പൈസയൊന്നുമില്ല, പക്ഷെ അത് ക്യാൻസർ രോഗികൾക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കാൻ വേണ്ടി അച്ഛന് തരണമെന്ന് ഒത്തിരി നിർബന്ധിക്കുന്നു. അത് ശരിക്കും പറയാൻ കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഒരു ദിവസത്തെ പരിചരണത്തിന് പോലും പൈസ തികയുമായിരുന്നില്ല ഇവർക്ക്. അങ്ങനെ ഒരു പെണ്ണ് തൻ്റെ ശമ്പളം മുഴുവനും തരുന്നു. അവൾ അപ്പോൾ തന്നെ 10,000 രൂപ തരാനായിട്ട് ഭയങ്കരമായിട്ട് എന്നോട് നിർബന്ധം ചെലുത്തി. ഞാൻ പറഞ്ഞു, ഷൈല, ചികിത്സാ ചെലവുകൾ ധാരാളം ഉള്ളതാണ്, എനിക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു, അതല്ല അച്ഛാ, അത്രയും നേരുള്ളൊരു ശുശ്രൂഷ ചെയ്യുന്നത് എൻ്റെ ആ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോഴും ലൂർദ് മാതാ കെയറിൽ താമസിക്കുമ്പോഴുള്ള എൻ്റെ വലിയൊരാഗ്രഹമാണ്. ഇനി ഞാൻ തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യത്തെ ശമ്പളം അവിടെ തരണമെന്ന്. അത് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെ 10,000 രൂപ എനിക്ക് അന്ന് വയനാട് ചുരം ഇറങ്ങുമ്പോൾ നമ്മുടെ ഇതിലേക്ക് രോഗികൾക്ക് വേണ്ടി അയച്ചു തന്ന ഷൈലയാണ്. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ രോഗബാധിതയായിട്ട് പോകും. ഞാൻ ആ മേഖല ഒന്ന് വിട്ടിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഷൈലയോടൊപ്പമുള്ള ജീവിതവും ഷൈലയില്ലാതെ ഒറ്റയ്ക്കുള്ളൊരു ജീവിതമില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ഇതിനെ? ഇങ്ങനെ എനിക്കറിയാം. ഇപ്പം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകട്ടെ, കല്ലറയിൽ പോയി പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും പോകുന്നുണ്ട്. ഉള്ള ദിവസം എല്ലാ ദിവസവും ഞാൻ പോകുന്നുണ്ട്. ഇന്നും പോയി അവിടെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കും. അതിൽ അത്ര ബുദ്ധിമുട്ട് എനിക്കറിയത്തില്ല. എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. നമുക്കൊരു കാര്യങ്ങൾ പറയാനോ നമ്മുടെ സങ്കടങ്ങൾ പറയാനോ ഒന്നും അല്ലാത്ത അവസ്ഥയായിപ്പോയി. ഒരുപാട് നന്നായിട്ട് ഒരു ഭർത്താവിന് എങ്ങനെ ഭാര്യയെ ശുശ്രൂഷിക്കാൻ പറ്റും? അങ്ങനെ കൂടെ നിന്ന് രാപകൽ ഉറക്കമൊഴിച്ച് അങ്ങനെ നോക്കിയൊരു മനുഷ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട ജെയ്സൺ. കേണിച്ചിറ അല്ലേ നിങ്ങളെ സ്ഥലപ്പേര്? കോലേരി അല്ലേ? കോലേരി. വീടിനെ പറ്റി പറയാമോ? അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ ഒരു 2 വർഷം മരിച്ചുപോയി. അനിയനൊരു 8 വർഷം മുമ്പ് അനിയനൊരു ബൈക്ക് ആക്സിഡന്റ് മരിച്ചുപോയി. പിന്നെ എനിക്ക് 2 പെങ്ങന്മാർ മാത്രമേ ഉള്ളൂ. ഒരാളെ കടിക്കുന്നത് വയനാട്ടിലാണ്, ഒരാളെ ഏറ്റുമാറ്റി കടിച്ചിരിക്കുന്നു. എനിക്കൊരു മോൾ മാത്രമേ ഉള്ളൂ. ഒരു മകൾ മാത്രമേ ഉള്ളൂ. ആ മകൾക്ക് ഇപ്പോൾ എന്തെടുക്കുന്നു? BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാസം തീരും. ഈ മകളാണ് നമ്മുടെ ഷൈല ലൂർദ് മാതാ കെയറിൽ താമസിക്കാനായിട്ട് ഒരു പ്രധാന കാരണമായിട്ട് മാറുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂർദ് മാതാ കെയർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അല്ല. അപ്പോൾ അവിടെ പക്ഷേ താമസിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അനുവാദം അല്ലെങ്കിൽ നമുക്കവിടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നമ്മളവിടെ കൊടുക്കുന്നില്ല.
പക്ഷേ തിരിച്ച് വയനാട്ടിലേക്ക് കൊണ്ടുവരുവാൻ ജേസന് താല്പര്യമില്ല. നമ്മുടെ ഹൗസിലേക്ക് വന്നു കഴിയുമ്പോൾ ജേസന് മറ്റൊരു വഴികളില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഷൈലയെ ഇവിടെ നോക്കണമെന്നൊരു മനസ്സ് പറയുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയണമെന്ന്. അപ്പോൾ ജേസൺ പറഞ്ഞത് ഒരു കാര്യം, എനിക്ക് എൻ്റെ മോള് മാത്രം മോളോട് ചോദിക്കുക എന്നുള്ളതാണ് പറയുന്നത്. മോളന്ന് എത്രാം വർഷം? ഒന്നാം വർഷം BSc നഴ്സിങ്ങിന് പഠിക്കുകയാണ്. അദേന യൂണിവേഴ്സിറ്റിയിൽ അല്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മംഗലാപുരത്ത് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ മകള് പറഞ്ഞത് എന്തായിരുന്നു? അച്ഛൻ എന്ത് പറയുന്നോ അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറഞ്ഞു. അച്ഛൻ എന്ത് പറയുന്നോ അതനുസരിച്ച് മുൻപോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് അവിടെ അന്ന് മകൾ പറയുകയാണ്, തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിരുന്നെങ്കിൽ തിരിച്ചു കൊണ്ടുവരേണ്ടത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അത്രയേറെ ആ മകളുമായിട്ട് വലിയ ബന്ധം ജേസന് ഉള്ളതാണ്. ഞങ്ങളുടെ പ്രാർത്ഥന എന്നും തീർച്ചയായിട്ടും കൂടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനും ചോദിക്കട്ടെ, ലൂർദ് മാതാ കെയറിൽ ഉണ്ടായിരുന്ന അത്രയും കാലം അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട്? നമ്മൾ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാളും സുഖകരമായിട്ട് സന്തോഷത്തോടെ എല്ലാവരും നമ്മളോട് സഹകരിച്ച് എല്ലാവരും നല്ല സ്നേഹത്തോടെ പെരുമാറി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പറയുമ്പോൾ എല്ലാം അവിടെയുള്ള അച്ഛന്മാരോ അല്ലെ സിസ്റ്റേഴ്സ് അല്ലെ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരും, മോഹനച്ചനത്, തെരസാമ്മയത്, സ്മിത സിസ്റ്റർ ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മളോട് നല്ല നല്ല കെയറിങ് ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ നമ്മളോട് ഇടപെട്ട് അവിടുത്തെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും സുനിലും എല്ലാവരും നമ്മളോട് നല്ല രീതിയിലാണ് സഹകരിക്കുകയും എന്തുകൊണ്ടെല്ലാം പറയുകയൊക്കെ ചെയ്യാമായിരുന്നു. ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഫുഡാണേലും നല്ല ഫുഡായിരുന്നു, ഒരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ എങ്ങനെ ജീവിക്കുന്നു അതിനേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിലാണ് അവിടെ ജീവിച്ചതും മുമ്പോട്ട് നമ്മൾ പോയത്. ഈ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം, ജേസൺ കണ്ടിട്ടുള്ളതാണ് പല പ്രാവശ്യവും. ജേസൺ നോക്കി നിൽക്കെ തന്നെ ഷൈല സെൻറ്ററിലേക്ക് കടന്നു വരുന്ന എന്നെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു അതൊരു സാധാരണ മനുഷ്യനെ അല്ലെ പുരുഷനെ കെട്ടിപ്പിടിക്കുന്നതല്ല അല്ലേ, അതിനപ്പുറത്ത് എന്തോ ആണ്. ഒരു ദൈവികമായ ഒരു സാന്നിധ്യത്തിലേക്ക് വരുന്നത് പോലെ ആ സമയത്ത് ഇയാൾ മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പള്ളിയിലൊക്കെ വെച്ചാണെങ്കിലും ധൈര്യത്തോടെ മുൻപോട്ട് വന്ന് ഒരാദ്യ വെള്ളിയാഴ്ച ഞാൻ ഓർക്കുന്നു, പോങ്ങുമൂട്, ഇതിപ്പോൾ നമ്മൾ അൽഫോൺസ ഗാർഡൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഈ കാര്യം ഓർക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുൽപ്പള്ളിയിലുള്ള തിരുഹൃദയ പള്ളിയുടെ കോമ്പൗണ്ടിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടാനായിട്ട് ഇടവന്നത്. അൽഫോൺസ ഗാർഡൻ എന്ന് പറഞ്ഞ കൊച്ചു നല്ലൊരു ഗാർഡൻ ഇവിടെയുണ്ട്. അവിടെ നിന്നപ്പോഴേക്കാണ് ഞാൻ ഓർക്കുന്നത്, അൽഫോൺസ പള്ളി പോങ്ങുമൂട് തിരുവനന്തപുരത്തുള്ള അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ ആദ്യ വെള്ളിയാഴ്ച വന്ന് വളരെ പെട്ടെന്ന് ഒന്നരാഴ്ച കൊണ്ട് പൂർണ്ണമായ സൗഖ്യത്തിലേക്കൊക്കെ വന്ന ഷൈല തൻ്റെ ജീവിത സാക്ഷി അവിടെ വന്നിങ്ങനെ പറയുന്ന ഒരു രംഗമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഒത്തിരി നല്ല ഓർമ്മകൾ ഉണ്ട്. ജനുവരി 9 അത് ഷൈലയുടെ ഓർമ്മ ദിവസമാണ്. ജനുവരി 6 ഈശോയുടെ മാമോദീസയുടെ ദിവസമാണെങ്കിൽ ജനുവരി 9 ഷൈല സ്വർഗത്തിലേക്ക് പോയ ദിവസമാണ്. സമാധാനമായിട്ടിരിക്കണം. എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ പറയണം. മെറ്റ്ലിയെ വളർത്തി നല്ല ഒരു ഭാവി ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ജേസൺ എടുക്കുന്ന എല്ലാ ബന്ധപ്പാടുകളും എനിക്കറിയാം. ഷൈലയ്ക്ക് ഇവിടെ ചെയ്ത് തീർക്കാൻ പറ്റാത്തതൊക്കെ അതൊക്കെ അവൾക്ക് എഴുതി തീർക്കാൻ പറ്റാതെ പോയ വരികളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി തീർക്കണം. അതിന് മെറ്റ്ലിക്ക് വേണ്ടിയിട്ട് കണ്ണടയ്ക്കാതെ അത്രയേറെ ജാഗ്രതയോടെ ഉണർവോടെ ആ മകളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരണം. തീർച്ചയായിട്ടും.